ആയിരിക്കുമല്ലേ? വൈകിട്ട് ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ പാർക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു യമനി റെസ്റ്റോറന്റ് ഇല്ലേ വലിയത്, ഒത്തിരി നാളെ അവിടെ പോകണമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പൊ അങ്ങോട്ട് പോയി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കണേ, എനിക്കോ അനുവിനോ. ऐसे तो हमको एक स्मॉल मिक्स मील चाहिए एंड एक मंदी फ्रेश मीट एंड 3 चिकन मंदी, 1 चिकन मक्खनूका, 1 कब्सा अभी नहीं है, कब्सा भी नहीं है, 1 कब्सा एंड 1 महमी, 1 कब्सा, 3 चिकन मंदी, 1 fresh meat, 1 mixed ये मीट चाहिए। हाँ फोटो चाहिए, उसके बाद देखेगा ये हाफ ये एक एंड थैंक यू।
ഇങ്ങനെ ഒരു സുഹൃത്തിനെയോ സഹോദരിയോ ഇവിടെ തന്ന അനുവിൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതിൻ്റെ കൂടെ ഒരു ന്യായമായ ഒരു അർഹതപ്പെട്ട ഒരു ജന്മദിനാശംസകളും നേരുന്നു. അർഹതപ്പെട്ട അതുപോലെ ഇതൊക്കെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എല്ലാവരെയും വിളിച്ച് പറയുക വരണമെന്ന് പറയുക അത്രയേ ഉള്ളൂ. നന്ദിയല്ല, ഇനി ഇത് പ്രതീക്ഷിക്കുന്നു. എന്തോ നന്ദി പറയുന്നത് പ്രതീക്ഷിക്കുന്നു. പിന്നെ അത് പറഞ്ഞാൽ വണ്ണമൊക്കെ കുറഞ്ഞ് ഇനിയും സുലഭമായിരിക്കണം, സുന്ദരിയായിട്ടിരിക്കണം, തിരിച്ചും പ്രതീക്ഷിക്കുന്നു. ഇല്ല നേരത്തേനെക്കാട്ടി ഒരു മെച്ചം വന്നില്ലേ അല്ലേ? സുന്ദരിയായിരിക്കുന്നത് അല്ലേ? അതെന്തോ പറഞ്ഞായിരുന്നല്ലോ. അതെ അല്ല കേട്ടില്ലായിരുന്നു. പറയും ആ ബർത്ത്ഡേ പാർട്ടി ആയാലും അത് കോർഡിനേറ്റ് ചെയ്ത് ഹൃദയംഗമായി നന്ദി. മനസ്സിൽ എന്തേലും വിരോധം ഉണ്ട്, മനസ്സിൽ വെച്ചോണ്ട് ചിരിച്ചോണ്ട്. ബർത്ത്ഡേ പാർട്ടി അത് കോർഡിനേറ്റ് ചെയ്ത ബിന്ദുവിനും സ്പെഷ്യലി ഞങ്ങളെ വിളിച്ച് റെഡ് ഡ്രസ് ഇടാൻ പറഞ്ഞു. അതെ ഇടാന്ന് പറഞ്ഞ ഞങ്ങൾക്കും തിരിച്ചറിയാത്ത രീതി മേക്കപ്പ് ചെയ്ത ബിന്ദുവിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അല്ല നന്ദി മാത്രമേ ഉള്ളൂ അതില്. അതെ സത്യം. ഹൃദയത്തിന്റെ അന്തരംഗങ്ങൾ അടുത്തത് വേണം. അതാ പിന്നെ സ്നേഹത്തിന്റെ ഒരു ഉത്തംഗമായ ഒരു ഉന്നതിയിലെത്തുമ്പോ ഉത്തംഗമായ ഒരു ഉന്നതിയിലെത്തുമ്പോ കേൾക്കുന്നില്ല ഒന്നുകൂടെ. ആദ്യം നമ്മൾ ആശംസിക്കണം. നമ്മൾ ആശംസ പറയണം. ആശംസിച്ചോണ്ട് പിന്നെ നമുക്ക് അവരെ വേണേ ഉയർത്തി കാണിക്കാം, എന്ത് വേണം. അതെന്താ? അയ്യോ അനുവിനെ കുറിച്ച് പറയാനാണ് കുറെ ഉണ്ടല്ലോ. മക്കളെ മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞാലും മതി കേട്ടോ. മക്കൾക്ക് ഇത് അനുവാൻറ്റി വാങ്ങിച്ചു തന്ന ഇതിൽ ഏത് ഡിഷാണ് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു? ഇതിലേതാ? ബട്ടണോ ചിക്കനോ അതോ വിദ്വാൻറ്റി ഓർഡർ ചെയ്ത ഈ പറയുന്ന ഈ സാധനം കേക്കായിരുന്നല്ലേ? വെരി ഗുഡ്. അത് അപ്പം വിദ്വാൻറ്റിക്ക് ക്രെഡിറ്റ് പോയി. വിഷയം ആശംസിച്ചാൽ മതി. അല്ല ഒരു കാര്യം ചെയ്ത് അതെ നിനക്ക് കൊച്ചിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്
ഉണ്ടാക്കി മീൻകറി. ഏതാ ഇതാണോ? ഇതാണോ? ആ ഓക്കെ ഓക്കെ. അത് ഫുഡ് ഇഷ്ടപ്പെട്ടോ ചോദിക്കണ്ടേ മറ്റേ ധന്യോടാ. ഏതാ ഇഷ്ടപ്പെട്ടത് പറഞ്ഞു. പറയാം ഒരു 2 വാക്ക് മൊഴിഞ്ഞാലും മൊഴിയും. അങ്ങനെ പറയല്ലേ, മലയാളം നമ്മൾ ഇതില് പിന്നെ ഗ്രാമർ മൊഴിയാൻ പറയും. മലയാളം അതെ. പിന്നെ കുഞ്ഞു ഹിന്ദി പറയും. കുഞ്ഞു ഹിന്ദി പറയണം കേട്ടോ. സൂപ്പറായി. എന്റെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യാത്ത വാട്സാപ്പിൽ മെസ്സേജ് അയച്ചെന്റെ ബർത്ത്ഡേ പറഞ്ഞില്ലെങ്കിൽ അഡ്വാൻസ് കാപ്പി പറ്റായിരുന്നു. എന്റെ നല്ലൊരു അത് പറയുന്നു. അടുത്ത പ്രാവശ്യം ഫുഡ് അവനെ പ്രത്യേകം ചോദിക്കണ്ടല്ലോ, ഇതാ ഇഷ്ടപ്പെടാൻ ചോദിക്കണ്ടല്ലോ. അടുത്ത പ്രാവശ്യം മറ്റേ പിന്നെ ബിന്ദുവാണി കൊണ്ട് ഉണ്ടാക്കിച്ചാൽ മറ്റേ കഞ്ഞി കപ്പയും പിന്നെ കാന്താരി ഒരു ഷാപ്പ് കറി. അല്ലല്ല അങ്ങനല്ല, ബർത്ത്ഡേ അറേഞ്ച് ചെയ്ത ആളാണ് നീ പറയണ്ടത്. വന്ന് ഞങ്ങളെ സ്വാഗതം ചെയ്യുകയും ഞങ്ങളുടെ ആ വരവിനെ നാണം ഉണ്ടോന്നല്ലേ ഉണ്ടോ ഇല്ലെന്നുള്ള നമുക്ക് കാര്യം ഇല്ലല്ലോ. ഓ ഓക്കെ, അവസാനത്തേക്ക് വെച്ചേക്കല്ലേ കണ്ടുപിടി. ആ പറയാം അനു. ആ അല്ല ഇപ്പം ഞങ്ങളെ കണ്ടതുകൊണ്ട് പിന്നെ സങ്കടമാണോ സന്തോഷമാണോ അല്ല വേറെ എന്തെങ്കിലും തരത്തിലുള്ള അല്ല ഈ ബില്ല് കാണുമ്പോഴാണോ അതോ ഈ ഫുഡ് കാണുമ്പോഴാണോ? അല്ല ഇതാരെയും പ്രതീക്ഷിക്കുന്നത്? ചേച്ചിയാണോ? ചേച്ചിയാണോ? ആ അയ്യോ അത്രേ ഉള്ളൂ. അതിൽ പറഞ്ഞില്ല പിന്നെ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിൽ വിളിച്ചായിരുന്നു. പിന്നെ അച്ഛനും അമ്മ എന്തോ പറയുന്നു. അതെന്താ? ഓക്കെ ഓക്കെ. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു എല്ലാവരും തിരക്കിയതായിട്ട് പറയണം വീട്ടിലെ എല്ലാവരും. ഞങ്ങളെല്ലാവരും തിരക്കായിട്ട് പറയണം. ആ രേഖപ്പെടുത്തിയാലോ അയ്യോ പറയൂ. അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അനുമാനിക്കും 100 വർഷം കൂടെ വയസ്സാരോഗ്യത്തോടുകൂടി ബർത്ത്ഡേ ആഘോഷിക്കുന്ന അനുമാനിക്കും പിന്നെ അനുമാനിയുടെ ഫാമിലിക്കും ഞാൻ മംഗളങ്ങൾ നേരുന്നു. പിന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരുന്ന ജ്യോതിഷിനും അവന്റെ വൈഫിനും ഫാമിലിക്കും ഞാൻ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ റെഡ് ഇടാൻ പറഞ്ഞിരുന്നു, പക്ഷെ വാട്സപ്പ് നമ്പർ മാറിയിട്ട് അവൾ അത് ഇൻഫോം ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. തന്റേതല്ലാത്ത കാരണത്താൽ ഇൻഫർമേഷൻ കറക്റ്റ് ടൈമിൽ അവൾക്ക് കിട്ടാതിരുന്നത് കൊണ്ട് അവൾ റെഡി കിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവളോട് ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് പറയുകയല്ലേ, അവളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പിന്നെ വന്ന് സഹകരിച്ച് ഫുഡൊക്കെ കഴിച്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തന്നതിന് ആ കുടുംബത്തോടാണ് നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ
വരട്ടെ അതെ അന്തരാത്മാവ് എന്നുള്ളതൊക്കെ വരണം. വരട്ടെ വരട്ടെ. സ്വീകരിച്ച് ഇവിടെ വന്ന സുധീഷിനും അവന്റെ പഴക്കാളിയായ ഭാര്യ രണ്ട് മക്കൾക്കും അങ്ങോട്ട് തന്നെ പോകാനുള്ള വഴക്കാളി എന്നെ വന്നോടനെ കമന്റ് അടിച്ചോളൂ അങ്ങനെ പറയണമല്ലോ. പട്ടം കിട്ടി. ഞാൻ ഒരുങ്ങിയത് കൂടി പോയെന്ന് അവള് പറഞ്ഞു. പിന്നെ ഞാൻ റെഡിടാൻ പറഞ്ഞിട്ടും അല്ല വേറൊരു കാര്യമുണ്ട്. അത് എന്തിനാന്നറിയാം, എന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് റെഡ് ഷർട്ടുമായിട്ട് എനിക്ക് പുറത്ത് കാണരുത്, ഇനി മേടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി റെഡ് ഷർട്ട് അവരുടെ വീട്ടിൽ നിരോധിച്ചിരിക്കുന്നു. റെഡ് ഉടുപ്പിടാൻ പറഞ്ഞിട്ടും തപ്പാനുള്ള കൊണ്ട് ഇടാതെ വന്ന രശ്മിയോട് തൽക്കാലത്തേക്കിന് ഞാൻ അങ്ങ് ക്ഷമിച്ചിരിക്കുന്നു. എന്നാലും അത് ഒപ്പിക്കും. പിന്നെ അതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഓക്കെ. അങ്ങനെ ഇവിടെ വന്ന് ഫുഡെല്ലാം കഴിച്ച് ശിവാനിയോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദൂട്ടിയോടും ഫുഡ് കഴിച്ച ശിവാനിയോടും ഫുഡ് കഴിച്ച നന്ദൂട്ടിയോടും ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് കംപ്ലീറ്റ് ആയി പാത്രം നന്നായിട്ട് ക്ലീൻ ചെയ്ത് രശ്മിയോട് എന്റെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വളരെ വിനീതമായിട്ടുള്ള നന്ദി. ഇനിയും വിളിക്കുമ്പോൾ കറക്റ്റായിട്ട് ഡ്രസ് കോഡിൽ വരാനായിട്ട് അഭ്യർത്ഥിച്ചു. അത് കുടുംബമായിട്ട് ഞാൻ നന്ദി. എനിക്ക് റെഡിടാൻ പറ്റുന്ന അടുത്ത പരിപാടിക്ക് വീണ്ടും നിങ്ങൾ റെഡി ചെയ്യണം. ഞാൻ മെസ്സേജ് അയക്കാൻ വിട്ടുപോയി. എന്നാലും ഈ പാർട്ടിയിൽ വന്ന് അല്ല നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന ജിസ്മിയോടും അവരുടെ ഫാമിലിയോടുമുള്ള നന്ദി ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അവൾ അറിയാവുന്നത് അവളുടെ ബ്ലാക്കാണ് എനിക്ക് വന്നത്, അത് കുഴപ്പമില്ല, അത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പിന്നെ ആശാനോട് മറ്റേ പുള്ളിയുടെ അതുപോലെയാണോ? ആശമയാണ്. ഇല്ല ഒരിക്കലും ഇല്ല, നെവർ, ഒരിക്കലും ഇല്ല. 7 മണിക്ക് വരണമെന്ന് പറഞ്ഞിട്ട് 7:30 വന്ന ധർമ്മിയോടുള്ള നന്ദി ഞാൻ വിനീതമായിട്ടുള്ള അഭ്യർത്ഥിച്ചോളൂ. അല്ല വേറൊരു കാര്യമുണ്ട്, നിങ്ങളത് 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മുഖത്തുള്ള കുട്ടികളെ അടിക്കത്തില്ല അവിടെ ഇരുത്തി. ആ 7 o'clock ഷാർപ്പ് 7 o'clock ഞാൻ നിങ്ങളുടെ വീട്ടിൽ കാണുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ കൊണ്ടുതന്ന ഗിഫ്റ്റുകൾക്കെല്ലാം അതിന് നന്ദി പറഞ്ഞില്ലെങ്കിലും ഓക്കെ. പിന്നെ വന്നു, വീട്ടിൽ വന്ന് കണ്ണെഴുതി കൊണ്ടുതൊട്ട് സുന്ദരി വീട്ടിൽ നിന്നായി ഇവിടെ വന്നു. തന്നെ അവിടെ ഫുഡ് കഴിച്ചു, ചിക്കനൊക്കെ കഴിച്ചു. നല്ല നീറ്റായിരുന്നു. റെഡ് ഇട്ട് വന്നു, റെഡ് ഇട്ട് വന്നു. ഞാൻ റെഡ് ഇട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഏതായാലും റെഡ് ഇട്ട് വന്നു. ഈ റെഡ് അല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. എന്നെ റെഡിക്കണല്ലോ, ഞാൻ എന്താ റെഡി. മെറൂണാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ റെഡ് മെറൂണും അറിയാത്ത ആള്. അങ്ങനെ വന്ന തന്നെയുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഏറ്റവും നന്നായിട്ട് എനിക്ക് വരുന്നില്ലല്ലോ വാക്കുകളാണോ? വാക്കുകൾ കിട്ടാത്തതാണോ? പ്രോപ്പർ റെഡിട്ട് വന്നതും അങ്ങ് ഡാർക്ക് സൈഡ് വണ്ടി സൗദിയോടും കുടുംബത്തോടും കെട്ടിയോന്ന് വൈകിട്ട് വരുമെന്നുണ്ടായിട്ടും അവൾ ഇവിടെ വന്ന് ഫുഡ് മൊത്തം കഴിച്ചു കെട്ടിയോന് അവിടെ വന്ന് ഇറങ്ങി നിന്നിട്ടാണെങ്കിൽ ഇങ്ങോട്ട് വരാനുള്ള അവരുടെ ആത്മാർത്ഥതയെ ഞാൻ ആത്മാർത്ഥ മാത്രമല്ല ആക്രാന്തം ഉണ്ടായിരുന്നു. അതല്ല അവർക്ക് കൊച്ചിനെ അവൾ തട്ടി ഉറത്തി കൊണ്ടുവന്നിട്ടും അവൾ കുഞ്ഞു നന്നായിട്ട് ഇവിടെ വന്ന് പെർഫോം ചെയ്തതിനും നല്ല ഗുഡ് ബോയ് ആയിട്ടിരുന്നതിനും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അവനും ഫ്രണ്ട് ഇട്ടോട്ട് വന്നതിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ജിൻസിനോടും ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
അതെ, ജീൻസിന് നന്നായിട്ട് ഫുഡുകൾ നാളത്തേക്കിന് ചിക്കൻ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അനുവിന്റെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് ചിക്കനും